നമസ്കാരം. ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. സഭയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച കത്തോലിക്ക സഭയിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കിയ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിവരണമാണ് ചർച്ച് ബീറ്റ്സ്. ആമസോൺ സിനഡ്, മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം, സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ അദ്ലിമിന സന്ദർശനം എന്നീ വിഷയങ്ങളാണ് ചർച്ച് ബീറ്റ്സ് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത്. ഏറെ നാളത്തെ മുന്നൊരുക്കങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും വിവാദങ്ങൾക്കും ശേഷമാണ് ശ്രദ്ധേയമായ ആമസോൺ സിനഡിന് തുടക്കമായത്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന സിനഡിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരിക. ആമസോൺ സിനഡിന് വത്തിക്കാനിൽ തുടക്കമായി. 9 രാജ്യങ്ങൾ കൊള്ളുന്ന ആമസോൺ മേഖലയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 185 ബിഷപ്പുമാരും വിദഗ്ധരും ഗോത്രത്തലവന്മാരും സിനഡിൽ പങ്കുചേരുന്നുണ്ട്. സിനഡിലെ നിർണായക ചർച്ചാ വിഷയങ്ങൾ ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, ഫ്രഞ്ച് ഗയാന, പെറു, വെനിസ്വല, സുരിനാം എന്നിവ ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിലെ ബിഷപ്പുമാർ പങ്കെടുക്കുന്ന പാൻ ആമസോൺ സിനഡിനാണ് തുടക്കമായത്. ആമസോൺ മേഖലയിലെ സുവിശേഷവൽക്കരണത്തിന്റെ വിവിധ രീതികളെക്കുറിച്ചും സുവിശേഷവൽക്കരണത്തിന്റെ ശുശ്രൂഷകളെക്കുറിച്ചുമായിരിക്കും സിനഡ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ശേഷം പ്രദക്ഷിണമായാണ് സിനഡ് പിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ വത്തിക്കാനിലെ സിനഡ് ഹാളിലേക്ക് നീങ്ങിയത്. ആമസോൺ പ്രദേശവാസികളുടെ പരമ്പരാഗത നാടൻ പാട്ടുകളും കലാരൂപങ്ങളും പ്രദക്ഷിണത്തിനെ വർണ്ണാഭമാക്കി. ആമസോൺ മേഖലയിലെ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉയർത്തുന്നതായിരുന്നു പ്രദക്ഷിണത്തിലെ പല സൂചകങ്ങളും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പ സിനഡിന് തുടക്കം കുറിച്ചത്. പരിശുദ്ധാത്മാവാണ് സിനഡിനെ നയിക്കേണ്ടതെന്നും പാപ്പ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഒന്നുചേർന്ന് പോകണമെന്നും പരിശുദ്ധാത്മാവിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങളല്ല ഉണ്ടാകേണ്ടതെന്നും പാപ്പ പറഞ്ഞു. സ്പാനിഷ് ഭാഷയിലായിരുന്നു പാപ്പയുടെ സംഭാഷണം. സിനഡ് സെക്രട്ടറി ഇറ്റാലിയൻ കർദിനാൾ ലോറൻസോ ബാൾഡിസെരിയും ബ്രസീലിയൻ കർദിനാൾ ക്ലോഡിയോ ഹ്യൂമസും സിനഡിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സിനഡ് ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. പരിസ്ഥിതി, സുവിശേഷവൽക്കരണം, തദ്ദേശവാസികളുടെ നിലനിൽപ്പ് തുടങ്ങിയ വിഷയങ്ങളാണ് സിനഡ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സിനഡിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രവർത്തന രേഖയിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉയർന്നിരുന്നു. സഭയുടെ പരമ്പരാഗത നിലപാടുകൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്നും അഭിപ്രായമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സിനഡ് ചർച്ചകൾ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകാൻ ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചത്. ട്വിറ്റർ സന്ദേശത്തിലൂടെയായിരുന്നു പാപ്പയുടെ പ്രാർത്ഥന അഭ്യർത്ഥന. സുവിശേഷ സാക്ഷ്യത്തിനുള്ള വഴി കാണിച്ചു തരുന്ന പരിശുദ്ധ മാതാവിനോടുള്ള വിധേയത്വത്തിൽ സിനഡിനെ പ്രാർത്ഥനയോടെ പിന്തുണയ്ക്കാനാണ് പാപ്പയുടെ അഭ്യർത്ഥന. ഇറ്റാലിയൻ, ഇംഗ്ലീഷ് തുടങ്ങിയ 5 ഭാഷകളിലും ട്വിറ്റർ സന്ദേശം അയച്ചിരിക്കുന്നു. സിനഡിനെ ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. ആമസോൺ മേഖലയിലെ പരിസ്ഥിതിയും ഖനനവും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യും. സിനഡ് പ്രവർത്തന രേഖ പ്രഖ്യാപനം മുതൽ തന്നെ ഗൗരവമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ആരംഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സിനഡിലെ ശരിയായ തീരുമാനങ്ങൾക്കായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രാർത്ഥനകളും തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വത്തിക്കാൻ പൂന്തോട്ടത്തിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് പാപ്പ സിനഡിനെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സംരക്ഷണം ഏൽപ്പിച്ചത്. ആമസോണിൽ നിന്നുള്ള തദ്ദേശീയരായ ഗോത്രവർഗ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സീസൺ ഓഫ് ക്രിയേഷൻ എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയുടെ അവസാനത്തിൽ വൃക്ഷത്തെ നട്ടുകൊണ്ടാണ് പാപ്പ സിനഡിനെ വിശുദ്ധന് ഭരമേൽപ്പിച്ചത്. അസീസിയിൽ നിന്ന് കൊണ്ടുവന്ന ഓക്ക് വൃക്ഷത്തൈ ആമസോണിൽ നിന്നെത്തിച്ച മണ്ണ് ചേർത്താണ് നട്ടത്. പരിസ്ഥിതി പ്രശ്നങ്ങളെയും അഭയാർത്ഥികളെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് ഓക്ക് മരത്തൈ വീക്ഷിക്കുന്നത്. ലോകത്തിന്റെ ശ്വാസകോശം എന്നാണ് ആമസോൺ മേഖല അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അടുത്ത നാളിൽ ആമസോൺ മേഖലയിലുണ്ടായ തീപിടുത്തം ലോകം ഏറെ ഭയത്തോടെ കണ്ടത്. അമ്പരിപ്പിക്കുന്ന ദൈവവൈവിധ്യത്തിന്റെ കേദാരവും കൂടിയാണത്. പെറു മുതൽ ബൊളീവിയ വരെയും ബ്രസീൽ മുതൽ സുരിനാം വരെയും 9 രാജ്യങ്ങളിലായി ആമസോൺ മേഖല വ്യാപിച്ചു കിടക്കുന്നു. ആദിവാസികളായ ഗോത്രവർഗങ്ങൾ അധിവസിക്കുന്ന ഉൾക്കാടുകളിലും ചതുപ്പ് മേഖലകളിലും
വൈദികക്ഷാമം അതിരൂക്ഷമാണ്. മറ്റിടങ്ങളിൽ നിന്നെത്തുന്ന വൈദികർക്ക് അതിജീവനം എളുപ്പവുമല്ല. അജപാലനപരമായ ഈ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിലാണ് മുതിർന്നവരും ആദരണീയരും വിശ്വാസവീര്യമുള്ളവരുമായ വിവാഹിതരായ പുരുഷന്മാർക്ക് പുരോഹിത പട്ടം നൽകുന്നതിന്റെ സാധ്യതയിലേക്ക് പ്രവർത്തനരേഖ എത്തിനോക്കുന്നത്. ഇങ്ങനെ തിരുപ്പട്ടത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ കഴിവതും ആദിവാസി ഗോത്രക്കാർ ആയിരിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. വൈദിക ബ്രഹ്മചര്യം സഭയ്ക്കു ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണെന്ന് പ്രവർത്തനരേഖ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആമസോൺ മേഖലയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ച് തിരുപ്പട്ടത്തിന് കുടുംബസ്ഥരെയും പരിഗണിക്കണമെന്ന് ആ മേഖലയിൽ നിന്ന് അഭ്യർത്ഥനകൾ ശക്തമായി ഉണ്ടായതെന്ന് പ്രവർത്തനരേഖ ചൂണ്ടിക്കാട്ടുന്നു. സിനഡിൽ ഇത് സംബന്ധിച്ച് അനുകൂല തീരുമാനമുണ്ടായാലും അവസാന തീർപ്പ് മാർപ്പാപ്പയുടേതാകും. ആമസോൺ മഴക്കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയും അവിടുത്തെ തദ്ദേശ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സിനഡ് ചേർന്നതുവഴി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവൻ അപകടത്തിലാണെന്ന് ആമസോണിലെ ഗോത്രജനതയുടെ ഏറ്റവും പ്രമുഖ നേതാവെന്ന് ഗണിക്കപ്പെടുന്ന ഗ്രിഗോറിയ ഡയസ് മിറബൽ പറഞ്ഞു. ഫ്രാൻസിസ് സഹോദരൻ തന്റെ ജീവൻ പണയം വെച്ചാണിത് ചെയ്യുന്നതെന്ന് മിറബൽ പറഞ്ഞു. ആഗോള ശക്തികളായ റഷ്യ, ചൈന, US, യൂറോപ്പ് എന്നിവ ഫ്രാൻസിസ് പാപ്പ ഈ മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശാൻ നടത്തുന്ന ശ്രമങ്ങളിൽ അസന്തുഷ്ടരാണെന്നും മിറബൽ പറഞ്ഞു. ഭൂഗോളത്തെ രക്ഷിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിൽക്കുന്ന നിരവധി കർദിനാൾമാരും ബിഷപ്പുമാരും വൈദികരും അപകടകരമായ അവസ്ഥയിലാണെന്ന് മിറബൽ വ്യക്തമാക്കി. ആമസോൺ മേഖലയിലെ 4500-ലേറെ ഗോത്രവർഗ വിഭാഗങ്ങളെ ഏകീകരിച്ചുള്ള കോയിക്ക എന്ന സംഘടനയുടെ കോർഡിനേറ്ററാണ് മിറബൽ. ഏകദേശം 500 വ്യത്യസ്ത തദ്ദേശ സമൂഹങ്ങളിലായി 40 ലക്ഷം ജനങ്ങളാണ് ആമസോണിലുള്ളത്. മിറബലിന്റെ ആശങ്ക അതിശയോക്തി കലർന്നതെന്ന് പെട്ടെന്ന് തോന്നാമെങ്കിലും ആമസോണിലെ സങ്കീർണസ്ഥിതി അറിയുന്നവർ ആപത് മണിമുഴക്കം തിരിച്ചറിയുന്നു. ആമസോണിലെ ഖനനവും പരിവേഷണവും എതിർത്തതിന്റെ പേരിൽ 200ഓളം ഗോത്രജന നേതാക്കളാണ് 2019 ഇതുവരെ കൊല്ലപ്പെട്ടത്. റോമിൽ നടക്കുന്ന ആമസോൺ സിനഡിൽ തങ്ങൾ പങ്കെടുക്കുന്നത് മാർപ്പാപ്പയോടൊപ്പം ഒരു ചിത്രമെടുക്കാനല്ല, ഭൂമിയെ രക്ഷിക്കാൻ ഹ്രസ്വകാല ദീർഘകാല പദ്ധതി ആവിഷ്കരിക്കാനാണ്. ആമസോണിനെ സംരക്ഷിച്ചാൽ മനുഷ്യരാശിയാണ് രക്ഷപ്പെടുക. ആമസോൺ നദീതടത്തിൽപ്പെടുന്ന 9 രാജ്യങ്ങളെ ജനവാസമുള്ള മഴക്കാടുകളായല്ല സ്വകാര്യ കമ്പനികളും സർക്കാരും കാണുന്നതെന്നും അവർക്കത് എണ്ണയും സ്വർണവും കോൾട്ടാനും ഖനനം ചെയ്തെടുക്കാനുള്ള ഭൂപ്രദേശം മാത്രമാണ്. സിനഡിന്റെ പ്രവർത്തനരേഖയിലെ പിഴവുകൾ പരിഹരിക്കാനായി പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ച് കർദിനാൾ റെയ്മണ്ട് ബുർക്കെയും ബിഷപ്പ് അത്തനായിസസ് ഷ്നൈഡറും രംഗത്തു വന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ശരിയായ രീതിയിൽ സിനഡ് പൂർത്തിയാക്കാൻ വൈദികരും അൽമായരും ഉപവാസവും പ്രാർത്ഥനയും നടത്താനാണ് ഇരുവരും അഭ്യർത്ഥിച്ചിരിക്കുന്നത്. സിനഡിന്റെ മുന്നോടിയായി ഇൻസ്ട്രുമെന്റും ലബോറിസ് എന്ന പ്രവർത്തന രേഖ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ രേഖയിലെ ചില നിലപാടുകൾ സഭയുടെ ആധികാരിക പ്രബോധനങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന നിലപാടാണ് ഇരുവർക്കുമുള്ളത്. ഇതനുസരിച്ച് 6 വിഷയങ്ങളിലുള്ള എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ട് 8 പേജുള്ള കുറിപ്പ് ഇരുവരും പ്രസിദ്ധീകരിച്ചു. ദൈവശാസ്ത്രപരമായും പരമ്പരാഗത വിശ്വാസപരമായുള്ള ഈ പിഴവുകൾ പരിഹരിക്കപ്പെടണമെന്ന് ഇരുവരും അഭ്യർത്ഥിച്ചു. ഈ പിഴവുകൾ പരിഹരിക്കപ്പെടാൻ വൈദികരും അൽമായരും തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആമസോൺ ഗോത്രവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഉൾക്കാടുകളിലെ വൈദിക ക്ഷാമം അതിജീവിക്കാൻ മുതിർന്നവരും വിശ്വാസ തീക്ഷ്ണതയുമുള്ള വിവാഹിതരായ പുരുഷന്മാർക്ക് പുരോഹിതപട്ടം നൽകാനുള്ള സാധ്യതകൾ പ്രവർത്തനരേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഒരു പ്രത്യേക മേഖലയിൽ മാത്രമായി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ സാർവത്രിക സഭയുടെ വൈദിക ബ്രഹ്മചര്യ വ്യവസ്ഥയെ തന്നെ ഇത് ബാധിക്കുമെന്നാണ് ഇവരുടെ നിലപാട്. ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രവർത്തനരേഖയിൽ പിഴവുകളുള്ളതായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. വത്തിക്കാൻ പരമോന്നത നീതിപീഠത്തിന്റെ മുൻ തലവനും മാൾട്ട മിലിറ്ററി ഓർഡർ അധ്യക്ഷനുമാണ് കർദിനാൾ റെയ്മണ്ട് ബുർക്കെ. കസാക്കിസ്ഥാനിലെ അസ്താന സഹായ മെത്രാനാണ് ബിഷപ്പ് അത്താനസിയോസ് ഷ്നൈഡർ. ആമസോൺ പ്രദേശത്തെ നിരവധി ദ്വീപുകൾ ഉൾപ്പെടുന്ന മാരാജോ രൂപതയിലെ മുൻ മിഷണറി ബിഷപ്പ് ജോസ് ലൂയിസ് അസ്കോണ ആമസോൺ പ്രവർത്തനരേഖയെ വിലയിരുത്തി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആമസോൺ മേഖല നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികൾ പ്രവർത്തനരേഖയിൽ പ്രതിപാദിക്കാത്തതിനെ ബിഷപ്പ് അപലപിച്ചു. പ്രദേശത്തെ കത്തോലിക്ക വിഭാഗത്തിന്റെ അനുപാതത്തിലുള്ള ഇടിവ്, ബാലവേല, കുട്ടികളുടെ ചൂഷണം,
മനുഷ്യക്കടത്ത്, ആത്മീയ പ്രതിസന്ധി എന്നിവയാണ് പരിഹാരം കാണേണ്ട അടിയന്തര ആവശ്യങ്ങളെന്ന് ബിഷപ്പ് പറയുന്നു. ആമസോണിന്റെ സമഗ്ര സുവിശേഷവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ബിഷപ്പ് പറഞ്ഞു. ആമസോൺ സമൂഹങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പ്രവൃത്തിതലത്തിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ബിഷപ്പ് പങ്കുവച്ചു. അടിമത്തത്തിനും ചൂഷണത്തിനും ഇരയാകുന്ന ആമസോണിലെ കുട്ടികളെ അവഗണിക്കുന്നത് ക്രിസ്തുവിനെ അവഗണിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു. പ്രാദേശിക സംസ്കാരങ്ങൾക്കനുസൃതമായി സുവിശേഷത്തിന്റെ ചൈതന്യവും ആശയങ്ങളും തിരുത്താനാവില്ലെന്നും ബിഷപ്പ് പറയുന്നു. 37 വർഷങ്ങളായി ആമസോണിലെ സാൻ ജോസ് ഇടവക കേന്ദ്രീകരിച്ച് മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഡൊമിനിക് സ്കാറ്റുല. 24-ാം വയസ്സിൽ ജന്മദേശമായ പോളണ്ട് വിട്ട് അപ്രാപ്യവും ദുർഘടവുമായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സ്കാറ്റുല മിഷൻ പ്രവർത്തനം നടത്തുന്നു. സമൂഹത്തിലെ 2ാം തരക്കാരെയാണ് ഭരണകൂടങ്ങൾ ആമസോൺ ഗോത്രജരെ കണക്കാക്കുന്നതെന്നും അവർ മനുഷ്യർക്ക് സങ്കല്പിക്കാനാവാത്ത തരത്തിൽ ചൂഷണങ്ങൾക്കാണ് വിധേയരാകുന്നതെന്നും സ്കാറ്റുല പറഞ്ഞു. ഗതാഗത സൗകര്യങ്ങളുടെ പരിമിതി മൂലം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സമൂഹങ്ങളും നിരവധിയാണെന്നും സ്കാറ്റുല വ്യക്തമാക്കി. ഇതിനു പുറമേയാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്ന മലിനീകരണവും വനനശീകരണ പ്രവർത്തനങ്ങളും. മലിനീകരണത്തിന്റെ ദൂഷ്യഫലങ്ങൾ ദിനം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരങ്ങളോ ആരോഗ്യ പ്രതിവിധികളോ ലഭിക്കുന്നില്ലെന്നും അവർ സാവധാനം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും സ്കാറ്റുല അഭിപ്രായപ്പെട്ടു. എന്നാൽ ഭീഷണികളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലും ശക്തവും സജീവവുമായ ആത്മീയ ജീവിതം നയിക്കുന്നതിൽ ആമസോൺ ജനത വീഴ്ച വരുത്തുന്നില്ലെന്നാണ് സ്കാറ്റുലയുടെ അഭിപ്രായം. ഒക്ടോബർ 27 വരെ വിശദമായ ചർച്ചകൾക്കാണ് ആമസോൺ സിനഡ് വേദിയാകുക. ആമസോൺ മേഖലയ്ക്കൊപ്പം ആഗോളതലത്തിലും സിനഡ് തീരുമാനങ്ങൾ ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടയാകും. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടെയാണ് സിനഡിനെ നോക്കിക്കാണുന്നത്. സീറോ മലബാർ സഭയിൽ നിന്ന് 4ാമത്തെ വ്യക്തിയാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന മറിയം ത്രേസ്യ. കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന മറിയം ത്രേസ്യയെ വത്തിക്കാനിൽ നടന്ന ചടങ്ങിലാണ് വിശുദ്ധ പദവി നൽകിയത്. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന നടപടികൾ റോമിൽ നടന്നു. ഒക്ടോബർ 13-ാം തീയതി ഇന്ത്യൻ സമയം 1:30 വത്തിക്കാനിലായിരുന്നു വിശുദ്ധ പദവി പ്രഖ്യാപനം. വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾക്ക് മുന്നോടിയായി ഒക്ടോബർ 12-ന് ശനിയാഴ്ച റോമിലെ മരിയ മജോരെ മേജർ ബസിലിക്കയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ കോൺഗ്രിഗേഷന്റെ പ്രിഫെക്റ്റ് കർദിനാൾ ആഞ്ചലോ ബെച്ചു നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 10-ന് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന വിശുദ്ധ ബലിയിൽ വാഴ്ത്തപ്പെട്ട ജോൺ ഹെൻറി ന്യൂമാൻ, വാഴ്ത്തപ്പെട്ട ജോസഫീന വനീനി, വാഴ്ത്തപ്പെട്ട ഡെൽച്ചെ ലോപ്പസ് പോണ്ടസ്, വാഴ്ത്തപ്പെട്ട മർഗരീത്ത ബേയ്സ് എന്നീ 4 പേർക്കുമൊപ്പം വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച റോമിലെ സെയിന്റ് അനസ്താസ്യ ബസിലിക്കയിൽ നടക്കുന്ന കൃതജ്ഞതാ ബലിക്ക് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശുദ്ധ അൽഫോൺസാമ്മ, വിശുദ്ധ കുര്യാക്കോസ് ചാവറ ഏലിയ സച്ചൻ, വിശുദ്ധ ഏവു പ്രേസ്യാമ്മ, വിശുദ്ധ മദർ തെരേസ എന്നിവർക്ക് ശേഷം ഭാരതത്തിൽ നിന്നും വിശുദ്ധയാകുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ നാമകരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ആയിരക്കണക്കിന് വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോമിൽ എത്തിച്ചേർന്നു. ഭാരത കത്തോലിക്ക സഭയ്ക്ക് മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം അഭിമാനപൂർവമായ മുഹൂർത്തമാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. വത്തിക്കാനിൽ സെന്റ് പീറ്റർ സ്ക്വയറിൽ നടക്കുന്ന ഈ ആഘോഷങ്ങൾ നമുക്ക് വലിയ ആനന്ദം നൽകുന്നു, നമുക്ക് വലിയ പ്രചോദനം നൽകുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും നല്ല വിശുദ്ധരുണ്ടാകാൻ നമുക്കിത് പ്രേരണ നൽകുന്നു. മറിയം ത്രേസ്യ നൽകിയ ആ വലിയ സന്ദേശം നമ്മുടെ ഈ കേരളത്തിൻ്റെ, ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കുഴിക്കാട്ടുശ്ശേരിയുടെ സുഹൃതമാണ് മറിയം ത്രേസ്യയെന്നും ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ദൈവസ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഏവരുടെയും സ്നേഹമേറ്റുവാങ്ങാൻ സിസ്റ്റർ മറിയം ത്രേസ്യയ്ക്ക് കഴിഞ്ഞതായും ബിഷപ്പ് പറഞ്ഞു.
വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച അവിസ്മരണീയ നിമിഷങ്ങളിൽ ആവേശപൂർവമാണ് അത്ഭുത രോഗസൗഖ്യം ലഭിച്ച ക്രിസ്റ്റഫറും കുടുംബവും പങ്കെടുത്തത്. തൃശൂർ പെരിഞ്ചേരി ഇടവകയിൽ ചൂണ്ടൽ ജോഷി ഷിബി ദമ്പതികളുടെ മകനായ ക്രിസ്റ്റഫറിന്റെ അത്ഭുത രോഗസൗഖ്യം കർദിനാൾമാരുടെ തിരുസംഘം സ്ഥിരീകരിച്ചതോടെയാണ് മറിയം ത്രേസ്യയുടെ വിശുദ്ധപദ പ്രഖ്യാപനത്തിന് വഴിയൊരുങ്ങിയത്. 2009 ഏപ്രിൽ 7 തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു ചൂണ്ടൽ ജോഷി ഷിബി ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞായ ക്രിസ്റ്റഫറിന്റെ ജനനം. കുഞ്ഞിന്റെ ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഗുരുതരമായ തകരാറുണ്ടെന്ന് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ നവജാത ശിശുരോഗ വിഭാഗം മേധാവി അറിയിച്ചു. ആദ്യ ദിവസം തന്നെ കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായി തുടങ്ങി. ഇതിനിടെ ജോഷിയുടെ മാതാവ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പുമായി ആശുപത്രിയിലെത്തി. തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്ന കുഞ്ഞിന്റെ കിടക്കയുടെ താഴെ തിരുശേഷിപ്പ് വച്ചതോടെ അത്ഭുതകരമായി കുഞ്ഞ് രോഗസൗഖ്യം കൈവരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടിയുടെ സമയം 48 മണിക്കൂറിൽ മുകളിൽ കുട്ടി പോവില്ല എന്നും ജീവിക്കില്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ ശ്രീനിവാസ് പറഞ്ഞിരുന്നു. അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ ഞങ്ങളുടെ മക്കളുടെ പ്രായം തൊട്ട് തന്നെ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ അമ്മയെ വിശുദ്ധിയാക്കാനുള്ള നോവേനകൾ ഞങ്ങൾ ചെല്ലാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പ്രാർത്ഥനകൾക്കും കഴിയുമ്പോൾ ചെല്ലാറുണ്ട്. അപ്പോൾ എൻ്റെ ഇളയമ്മ ഹോളി ഫാമിലി സിസ്റ്ററാണ്. അപ്പോൾ ആൾ ഒരു ദിവസം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി ഇങ്ങനെ സീരിയസ് ആണെന്നൊക്കെ കേട്ടപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെ വന്നപ്പോൾ അമ്മച്ചി തിരുശേഷിപ്പ് കൊണ്ടാണ് വന്നത് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ. അങ്ങനെ ആ തിരുശേഷിപ്പ് വെച്ച് മോൻ്റെ അടുത്ത് വെച്ച് തൊടിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഭവം ചെയ്തിട്ടുണ്ട്. പിന്നീട് കുഞ്ഞിനെ പരിശോധിച്ച ശിശുരോഗ ഡോക്ടർമാരും കുഞ്ഞിന്റെ സൗഖ്യം സ്ഥിരീകരിച്ചു. 3 വയസ്സ് മുതൽ സംസാരിക്കാതിരുന്ന കുഞ്ഞെ മാതാപിതാക്കൾ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ സംസാരശേഷി തിരികെ ലഭിച്ചതായി മാതാവ് സാക്ഷ്യപ്പെടുത്തി. തീർച്ചയായും മറിയം ത്രേസ്യ അമ്മയുടെ വലിയ മാധ്യസ്ഥം കൊണ്ട് തന്നെയാണ് മോനിന്ന് ജീവിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള കാര്യമാണ്. മാത്രമല്ല 3 വയസ്സ് വരെ ഒട്ടും സംസാരിച്ചിരുന്നില്ല, ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മാത്രമല്ല കാലിൻ്റെ മുട്ടിന് വളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറിയം ത്രേസ്യ അമ്മയുടെ കബറിടത്തിൽ കൊണ്ടുപോയി കിടത്തി പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് പെട്ടെന്ന് തന്നെ അവൻ അവിടെ വെച്ചിട്ടല്ല, വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അവൻ അധികം വൈകാണ്ട് സംസാരിച്ചു. പിന്നെ അവൻ്റെ കാലിൻ്റെ വളവ് ശരിയായത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. കാലിങ്ങനെ കൂട്ടി വെച്ച് നിൽക്കുമ്പോൾ ആ വളവ് നമുക്ക് ശരിക്കും അതറിയായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു ഭാഗം വളഞ്ഞ് തന്നെ ഇരുന്നിരുന്നത്. പക്ഷെ ഇപ്പം അവന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം അങ്ങനെ 2-3 അനുഗ്രഹം അവന് തന്നെയായിട്ട് ഞങ്ങൾക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട് മറിയം ത്രേസ്യ അമ്മയുടെ വലിയ ഇടപെടലിൽ കൂടെ. അതിനും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാണ്. ഇപ്പോൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്രിസ്റ്റഫർ. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുത രോഗശാന്തി വത്തിക്കാനിലെ വിദഗ്ധ മെഡിക്കൽ സംഘം പഠിച്ച് ഐക്യകണ്ഠേന സ്ഥിരീകരിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ക്രിസ്റ്റഫർ എന്ന കുഞ്ഞിന്റെ രോഗസൗഖ്യത്തിന് നിദാനമായത് വൈദ്യശാസ്ത്രത്തിനുമപ്പുറം ദൈവിക ഇടപെടലാണെന്ന് കുഞ്ഞിനെ ചികിത്സിച്ച അമല ആശുപത്രിയിലെ നവജാത ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ വി കെ ശ്രീനിവാസൻ സ്ഥിരീകരിച്ചു. ആ ബേബി പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുമ്പോൾ ആ ബേബിയുടെ ശ്വാസം മുട്ടലും അതേമാതിരി ഓക്സിജൻ എടുക്കാനൊക്കെ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഒരു മിറാക്കിളേ സംഭവിക്കുള്ളൂ. അതേമാതിരി തന്നെ സാധാരണ ഇങ്ങനത്തെ ബേബികൾ അഥവാ രക്ഷപ്പെടാൻ തന്നെ ഒരു ആഴ്ചകളോളം മെല്ലെ കുറഞ്ഞിട്ടേ രക്ഷപ്പെടുള്ളൂ. അപ്പം പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ അവർ മാതാവിൻ്റെ ഭക്തരാണെന്നും ഈ വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണത് അറിയുന്നത്. അപ്പം ഈ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇൻ ദ സെൻസ് അത് നടന്നൊരു ഇത് തന്നെയാണ്. പിന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. പലപ്പോഴും നമ്മൾ മാക്സിമം എഫേർട്ട് ഇടും. അപ്പോൾ എത്രയോ കുട്ടികൾ എത്ര മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ രക്ഷപ്പെടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത്, ഞങ്ങളെല്ലാം തുടങ്ങുന്നത് രാവിലെ ഒരു പ്രയറായിട്ടാണ് തുടങ്ങുന്നത്. ഇൻ ദ സെൻസ് ആ ഒരു കൃപ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഒരു ദൈവകൃപയോ മാതാവിൻ്റെ കൃപ ഇല്ലാണ്ട് അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മദർ മറിയം ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതോടെ പുത്തൻചിറ പള്ളിയും ചരിത്രത്തിൽ ഇടം പിടിക്കും. വിശുദ്ധ ജനിച്ചു വളർന്ന
കൂദാശകൾ സ്വീകരിച്ച പള്ളിയിലെ ഇടവക ജനവും ആഹ്ലാദത്തോടെയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തെ കണ്ടത്. തൃശൂർ ജില്ലയിലെ പുത്തൻചിറ ഗ്രാമത്തിലാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജനനം. കുടുംബ കേന്ദ്രീകൃത അജപാലന ശുശ്രൂഷ മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കിയ സന്യാസിനിയാണ് മറിയം ത്രേസ്യയെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് തൃശൂർ അതിരൂപതയ്ക്ക് വലിയ സന്തോഷം നൽകുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കുടുംബ കേന്ദ്രീകൃത അജപാലനം സഭയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ആ ദർശനം 100 വർഷങ്ങൾക്ക് മുമ്പ് മറിയം ത്രേസ്യ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിൽ പ്രാവർത്തികമാക്കി എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. ഈ നല്ല സന്ദർഭത്തിൽ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥത നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുകയാണ്. ഇന്നത്തെ ഈ ആഘോഷങ്ങൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം കുടുംബങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഏറ്റവും മഹത്തായ സമയത്താണെന്ന് ഷംഷാബാദ് രൂപതാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ബ്രിട്ടനിലെ ആത്മീയാചാര്യനും പണ്ഡിതനുമായ ജോൺ ഹെൻറി ന്യൂമാനൊപ്പമാണ് മറിയം ത്രേസ്യയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത് എന്നതും ശ്രദ്ധേയമാണെന്നും ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അഭിപ്രായപ്പെട്ടു. മദർ മറിയം ത്രേസ്യ നാമകരണം ചെയ്യപ്പെടുന്നത് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നുള്ള കാർഡിനൽ ജോൺ ന്യൂമാൻ്റെ ഒപ്പമാണ്. പണ്ട് കുടുംബങ്ങൾ കയറി ഇറങ്ങി നടന്നിരുന്ന അച്ഛന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സഭയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു. വേരുകളുള്ളൊരു സഭയായിരുന്നു. ഇന്ന് കുടുംബ പ്രാർത്ഥന പോകുന്നു. വീടുകളിൽ അച്ഛന്മാരെ ചെപ്പ് പിരിക്കാൻ, കാശ് പിരിക്കാൻ, അല്ലാതെ വേറെ എപ്പോഴാണ് പോകുന്നത്? നമ്മുടെ ശൈലി ആത്മശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ശൈലി നമുക്കുണ്ടാകണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉണർത്തു പാട്ടായിട്ടാണ് മറിയം ത്രേസ്യ അമ്മയുടെ വിശുദ്ധപദ പ്രഖ്യാപനത്തെ ഞാൻ കാണുന്നത്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുന്നതിനായി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ വിവിധ പ്രൊവിൻസുകളിൽ നിന്നായി 250ഓളം സന്യാസിനികളാണ് പ്രഖ്യാപന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വത്തിക്കാനിലെത്തിയത്. 13-ാം തീയതി നടന്ന വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിനായി നിരവധി പേർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വത്തിക്കാനിൽ എത്തിയിരുന്നു. വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾക്ക് മുന്നോടിയായി വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ഉൾപ്പെടെ 5 പേരുടെ ഛായാചിത്രങ്ങൾ വത്തിക്കാനിൽ ഇടം പിടിച്ചു. സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിലാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നത്. വത്തിക്കാനിൽ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അഭിമാനമായി വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ചിത്രം നിലകൊള്ളുന്നു. വാഴ്ത്തപ്പെട്ടവരായ ജോൺ ഹെൻറി ന്യൂമാൻ, ജോസഫീന വനീനി, ഡെൽചെ ലോപ്പസ് പോണ്ടസ്, മാർഗരീത്ത ബെയ്സ് എന്നിവരുടെ ചിത്രങ്ങളും ഇതോടൊപ്പം സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ സഫലമാകുന്നത് ചിറമ്മേൽ മങ്കിടിയാൻ കുടുംബത്തിന്റെ പ്രാർത്ഥന കൂടിയാണ്. തൃശൂർ പുത്തൻചിറ മങ്കിടിയാൻ കുടുംബത്തിൽ ജനിച്ച മറിയം ത്രേസ്യ കുടുംബാംഗങ്ങളുടെ മാതൃകയും വിശുദ്ധമായ സാന്നിധ്യവുമാണ്. പുത്തൻചിറ ഗ്രാമവും വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടെ ലോകശ്രദ്ധ നേടും. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ മദർ മറിയം ത്രേസ്യയെ ഞായറാഴ്ച വിശുദ്ധയായി പ്രഖ്യാപിച്ച ചടങ്ങുകൾ തുടങ്ങിയപ്പോൾ മുതൽ കബറിടം സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശ്ശേരിയും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. മറിയം ത്രേസ്യയുടെ കബറിട ദേവാലയത്തിലും തീർത്ഥാടന കേന്ദ്രത്തിലും വലിയ ഒരുക്കങ്ങളാണ് നടത്തിയത്. വിശുദ്ധയായതോടെ മറിയം ത്രേസ്യയുടെ കബറിടം, അമ്മ താമസിച്ച വീട്, ഹോളി ഫാമിലി സന്യാസിനി മഠം എന്നിവിടങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആഘോഷത്തിൽ പങ്കുചേരാനും അനുഗ്രഹം നേടാനും ജില്ലയ്ക്കകത്തും പുറത്തും നിന്നുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് ദിനം പ്രതി കുഴിക്കാട്ടുശ്ശേരിയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നത്. സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ വത്തിക്കാനിലെ അത്ലിമിന സന്ദർശനമാണ് ഏറെ പ്രതീക്ഷയോടെ വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്.
സീറോ മലബാർ സഭയിൽ വരുന്ന 5 വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതും കഴിഞ്ഞ 5 വർഷം ചെയ്ത കാര്യങ്ങളുമാണ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകുന്നത്. സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ ആദിലിമന സന്ദർശനത്തിന് തുടക്കമായി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ വിവിധ സീറോ മലബാർ രൂപതകളിൽ നിന്നുള്ള 51 മെത്രന്മാരാണ് വത്തിക്കാനിൽ നടക്കുന്ന ആദിലിമന സന്ദർശനത്തിൽ പങ്കെടുക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രന്മാരും 5 വർഷത്തിലൊരിക്കൽ നടത്തേണ്ട സന്ദർശനമാണ് ആദിലിമിന. ഒക്ടോബർ 3 മുതൽ 14 വരെ ദിവസങ്ങളിലായാണ് സന്ദർശനം നടക്കുന്നത്. 2011 ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കാലത്താണ് സീറോ മലബാർ മെത്രന്മാർ ആദിലിമിന സന്ദർശനം അവസാനമായി നടത്തിയിട്ടുള്ളത്. ഒക്ടോബർ 3 രാവിലെ 8 മണിക്ക് വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിൽ ഒന്നിച്ചർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 10 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പമുള്ള കൂടിക്കാഴ്ചയോടെ ആദിലിമന സന്ദർശനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മെത്രന്മാർ റോമിലെ 4 ബസിലിക്കകളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വത്തിക്കാൻ കൂരിയായിലെ 16 കാര്യാലയങ്ങൾ സന്ദർശിച്ച് കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. ഒക്ടോബർ 13 നടക്കുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ എല്ലാ പിതാക്കന്മാരും സന്നിഹിതരായിരുന്നു. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ കബറിടം സന്ദർശിക്കുന്നതും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ കണ്ട് തങ്ങളുടെ രൂപതകളുടെ വിവരങ്ങൾ പാപ്പയെ അറിയിക്കുന്നതിനും പാപ്പയോടുള്ള വിധേയത്വം അറിയിക്കുകയുമാണ് ആദിലിമന സന്ദർശനത്തിന്റെ ലക്ഷ്യം. കേരളത്തിലെ ലത്തീൻ സീറോ മലങ്കര സഭകളിലെ മെത്രാന്മാരുടെ ആദിലിമന സന്ദർശനം കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ ആദിലിമന സന്ദർശനം തുടരുന്നു. ആദ്യ ദിവസം മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ മെത്രാന്മാർ കോൺഗ്രിഗേഷൻ ഫോർ ക്ലർജി സന്ദർശിച്ചു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ ആദിലിമന സന്ദർശനം നടത്തുന്നതിനിടെ റോമിലെ വിവിധ കൂരിയകൾ സന്ദർശിച്ച മെത്രാന്മാർ വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർദിനാൾ പിയാദ്രെ പരോളിനുമായി കൂടിക്കാഴ്ച നടത്തി. ആദിലിമന സന്ദർശനം 6-ാം ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമായ സാൻ ജുവാനോ ബസിലിക്കയിൽ മാർ മാത്യു മൂലക്കാട്ടിന്റെ നേതൃത്വത്തിൽ മെത്രാന്മാർ ദിവ്യബലി അർപ്പിച്ചു. പൗരസ്ത്യ തിരുസംഘം തലവൻ കർദിനാൾ ലയനാർദോ സാന്ദ്രിയുമായും മെത്രാൻ സംഘം കൂടിക്കാഴ്ച നടത്തി. ആദിലിമന സന്ദർശനത്തിൽ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയെ പ്രഖ്യാപിച്ച ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും 51 ബിഷപ്പുമാരും പങ്കെടുത്തു. മാതൃരൂപതയായ ഇരിങ്ങാലക്കുട രൂപതയുടെ മാർ പോളി കണ്ണുകാടൻ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സഹകാർമ്മികനായി. തിങ്കളാഴ്ച റോമിലെ സെന്റ് അനസ്താസ്യ ബസിലിക്കയിൽ കൃതജ്ഞതാ ബലിക്ക് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികനാകും. ഇതോടെ ആദിലിമന സന്ദർശനത്തിന് സമാപനമാകും. ചർച്ച് ബീറ്റ്സിന്റെ ഈ ആഴ്ചത്തെ ലക്കം ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി, നമസ്കാരം.